നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയം ലഭിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. ഭൗതികമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരാൾക്കുണ്ടാവുക അതുമാത്രമല്ല ഒരാളുടെ വിജയത്തിൻ്റെ മാനദണ്ഡം. നമുക്ക് സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതം ഈ ലോകത്ത് ലഭിക്കുകയും പരലോകത്ത് അതിൻ്റെ സന്തോഷങ്ങൾ നിലനിൽക്കുന്ന രൂപത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയുകയും ചെയ്താൽ നമ്മൾ ഈ ലോകത്ത് വിജയിച്ചവരായി മാറും. ഭൗതിക ലോകത്തെ ഏറ്റവും നല്ല സമ്പത്തും അതുപോലെ നല്ലൊരു പങ്കാളിയെ ലഭിക്കുക എന്നുള്ളത് പലരും വിജയത്തിൻ്റെ മാനദണ്ഡമായി കാണുന്നുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറഞ്ഞത് നല്ല ഒരു ഇണ, നല്ലൊരു പങ്കാളി, അത് നിങ്ങൾക്ക് വലിയ വിജയത്തിൻ്റെ അടയാളമാണ്. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, നിങ്ങളുടെ ഏത് പ്രതിസന്ധികളിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, നിങ്ങൾക്കൊരു സന്തോഷമുണ്ടാകുമ്പം അള്ളാഹുവിന് നന്ദി പറയുന്ന, ശുക്ർ ചെയ്യുന്ന, നമ്മുടെ വീട്ടിലോ കുടുംബത്തിലോ എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സാരമില്ല ക്ഷമിക്കുന്ന, അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ ക്ഷമിക്കാൻ നല്ല മനസ്സുള്ള അങ്ങനത്തെ ഒരു ഇണ, ഒരു പങ്കാളി നിങ്ങൾക്കുണ്ടാകുക എന്നുള്ളത് അത് ഏറ്റവും വലിയ വിജയത്തിൻ്റെ അടയാളമാണ്. അള്ളാഹു നമുക്ക് നല്ല സന്തോഷവും സമാധാനവും വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മുടെ പങ്കാളികളൊക്കെ ആ രൂപത്തിൽ അള്ളാഹു ആക്കി തരുമാറാവട്ടെ. നമ്മുടെ പങ്കാളികൾ എങ്ങനെയാണെന്ന് ഓരോരുത്തർ ആലോചിക്കുക. എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ, അള്ളാഹുവിന് നന്ദി പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ എന്ന് ഓരോരുത്തർ ആലോചിക്കുക. അനുഗ്രഹങ്ങൾ കിട്ടും, 1 കിട്ടി 2 കിട്ടി 3 കിട്ടുമ്പോഴൊക്കെ അള്ളാഹുവിനെ മറക്കുന്ന സാഹചര്യത്തിലേക്ക് വരരുത്. ഓരോ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ എൻ്റെ റബ്ബ് എനിക്ക് ഈ അനുഗ്രഹം തന്നല്ലോ അൽഹംദുലില്ലാ എന്ന് ശുക്ർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മനസ്സ് നമുക്ക് വേണം. അങ്ങനത്തെ ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിലും വിജയിക്കാൻ പറ്റും. മറ്റൊരു ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കുന്ന, ഏറ്റവും വലിയ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന, വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും വിജയിച്ചവരൊക്കെ ആഗ്രഹിച്ചത് നല്ലൊരു ഭവനാണ്, നല്ലൊരു വീടാണ്. ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് സമാധാനം കിട്ടണം. നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് സമാധാനം കിട്ടുന്നുണ്ടോ എന്ന് ഓരോരുത്തർ ആലോചിക്കുക. നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ഇണയും തുണയൊക്കെ കടന്നു വരുന്ന സമയത്ത് നമ്മൾ സമാധാനം കൊടുക്കുന്നുണ്ടോ എന്ന് ഓരോരുത്തർ ചിന്തിക്കുക. അങ്ങനെ സമാധാനം ലഭിക്കുന്ന വീടാണോ നിങ്ങൾക്കുള്ളത് എങ്കിൽ ആ വീട് ഏറ്റവും നല്ല ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഈ ലോകത്തും പരലോകത്തും വിജയിക്കുന്നവരുടെ ലക്ഷണമായി കാണാൻ പറ്റുന്നൊരു കാര്യമാണ് സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന ഹൈറായ ഭവനങ്ങൾ. ആ വീട്ടിൽ ദിക്റുണ്ടാവും, സ്വലാത്തുണ്ടാവും, നിസ്കാരം ഉണ്ടാവും, അള്ളാഹുവിൻ്റെ നന്ദി ചെയ്യലുണ്ടാവും, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടുള്ള ജീവിതം ഉണ്ടാവും. മക്കളും കുടുംബങ്ങളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കടമകൾ നിർവഹിച്ചുകൊണ്ടായിരിക്കും. ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, അതുപോലെ മക്കളോട്, അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങളൊക്കെ തമ്മിൽ നല്ല സ്നേഹമുള്ള, സന്തോഷമുള്ള, ഒരു ഐശ്വര്യമുള്ള ഒരു ഭവനം. ആ ഭവനം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെയൊക്കെ ഉള്ള വീടുകൾ അത് ഈ ലോകത്തും പരലോകത്തും വിജയിക്കുന്നവരുടെ അടയാളമായി, അവർക്കുണ്ടാകുന്ന ഒരു നേട്ടമായി, അവർക്കുണ്ടാകുന്ന ഒരു അടയാളമായി നമുക്ക് കാണാൻ പറ്റും. വലിയ കൊട്ടാരം ഉണ്ടാവുക എന്നുള്ളതല്ല, വലിയ ആഡംബരമായ ഒരു വലിയ സൗകര്യങ്ങളും ഒക്കെ വീട്ടിലുണ്ടാകണമെന്നില്ല. ചെറിയ ചെറ്റക്കുടിലാണെങ്കിലും ചെറിയ വീടാണെങ്കിലും ആ വീട് സമാധാനം നൽകുന്ന വീടാകാൻ പറ്റണം. ആ വീട്ടിലേക്ക് വീട്ടുകാരൻ കയറി വരുമ്പോൾ, അല്ലേ, ഗ്രഹനാഥൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ ഭർത്താവിനെ നല്ല രൂപത്തിൽ സ്വീകരിക്കുന്ന ഭാര്യയാണോ നമുക്കുള്ളത്, അത് നമുക്ക് ചിന്തിക്കാൻ പറ്റണം. ആ വാപ്പ കയറി വരുമ്പോൾ നല്ല രൂപത്തിൽ അതിനെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന മക്കളാണോ വീട്ടിലുള്ളത്? ആ വീട്ടിൽ നിന്ന് വാപ്പ പുറത്തേക്ക് അല്ലെങ്കിൽ മകൻ പുറത്തേക്ക് ഇറങ്ങുമ്പം ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഉമ്മയാണോ വീട്ടിലുള്ളത്? ആ ഉമ്മയ്ക്ക് ഈ മകനെ മനസ്സറിഞ്ഞ് ഉമ്മാക്ക് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടോ? അതുകൂടിയൊക്കെ നമ്മൾ ആലോചിക്കണം. അങ്ങനത്തെ വീടാണോ നിങ്ങളുടെ വീട്? ആ വീട് വിജയികളുടെ ഏറ്റവും നല്ല അടയാളമായി, ലക്ഷണമായി നമുക്ക് മനസ്സിലാക്കാം. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൗതിക ലോകത്തും വിജയിച്ചവരുടെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന്, നല്ല ഒരു പങ്കാളിയുള്ള ആൾ.
ആ പങ്കാളി എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. പ്രയാസം അനുഭവിക്കുമ്പോൾ കണ്ണുനീരൊപ്പും, ഞാനുണ്ട് കൂടെ, പേടിക്കണ്ട. സന്തോഷം ലഭിക്കുമ്പം അള്ളാഹുവിന് ശുക്ർ ചെയ്യും, മതിമറക്കുകയില്ല. നമുക്ക് അടിച്ചു പൊളിക്കാം, നിസ്കാരം ഇല്ല, ദിക്റില്ല, സ്വലാത്തില്ല, ഖുർആനില്ല, വന്ന വഴിയെല്ലാം മറക്കുന്ന രീതിയല്ല. ഇന്ന് ആ പ്രിയപ്പെട്ട സഹോദരൻ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഭർത്താവ്, ഗ്രഹനാഥൻ, നിങ്ങളുടെ ഇണ, ആ ഇണ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മയുടെയും എല്ലാ ഗുണത്തിൻ്റെയും യഥാർത്ഥ കാരണക്കാരായ പലരുണ്ട്. വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, വേണ്ടപ്പെട്ടവരുണ്ട്. അവരോടൊക്കെയുള്ള കടമകളും കടപ്പാടുകളും നിർവഹിക്കാൻ നമുക്ക് കഴിയണം. ചില പെണ്ണുങ്ങൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനൊന്നും സമ്മതിക്കില്ല. ഇവളുടെ മാത്രമായി കെട്ടിയോനെ കെട്ടിയിടുന്നൊരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കണം. ആ ഉമ്മയുടെ മകനാണ് നിൻ്റെ ഭർത്താവ്, ഇന്ന ഇന്ന സഹോദരിമാരുടെ ആങ്ങളയാണ് നിൻ്റെ ഭർത്താവ്, ഇന്ന ഇന്ന സഹോദരങ്ങളുടെ അനുജനോ ജ്യേഷ്ഠനോ ആണ് നിൻ്റെ ഭർത്താവ്, ഇന്ന ഇന്ന ആളുകളുടെ മാമയാണ്, അമ്മാവനാണ്. അങ്ങനെയൊക്കെ ആ ബന്ധങ്ങളൊക്കെ വകവെച്ച് കൊടുക്കാൻ ഈ പെണ്ണിന് കഴിയുന്നുണ്ടെങ്കിൽ അവൾ നല്ലൊരു പങ്കാളിയാണ്, നല്ലൊരു ഇണയാണ്. അനുഗ്രഹങ്ങൾ വരുമ്പോൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നു, നന്ദി ചെയ്യുന്നു. വീട്ടിലെന്തെങ്കിലുമൊക്കെ വെച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാൽ, തയ്യാറാക്കിയാൽ അത് സഹോദരങ്ങൾക്ക്, അടുത്തുള്ളവർക്കൊക്കെ വെച്ച് വിളമ്പി കൊടുക്കുന്ന നല്ല സ്വഭാവം. അയൽവാസികളെ പരിഗണിക്കും, വീട്ടുകാരെ പരിഗണിക്കും. വീട്ടിലേക്ക് ആരെങ്കിലും കിടന്നു വരുമ്പോൾ വലിയ സന്തോഷമാണ്. അവർക്ക് നല്ല സന്തോഷത്തോടു കൂടി അവരെ സ്വീകരിക്കും, അവർക്ക് ഭക്ഷണം കൊടുക്കും, അവർക്ക് റാഹത്തായിട്ട് അവരെ സന്തോഷിപ്പിക്കുന്ന സാഹചര്യം. അല്ലെങ്കിൽ വീട്ടിലേക്ക് ആരെങ്കിലും കയറി വരുമ്പോൾ തന്നെ ഇവരുടെ മുഖമൊക്കെ മാറും. ഇവൾ വലിയ ദാരിദ്ര്യത്തിലും പ്രയാസത്തിലൊക്കെ ആയിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചിരുന്നത്. ഇപ്പം അല്പ സന്തോഷവും അല്പ സൗകര്യങ്ങളും അല്പ സുഖമൊക്കെ ആയപ്പോൾ ഇവളുടെ രീതിയും മട്ടും കെട്ടൊക്കെ മാറാൻ തുടങ്ങി, അല്ലേ? അങ്ങനെ പല ആളുകളുണ്ട്. എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പം ചിലർക്ക് ലോട്ടറി അടിച്ചു, ഭയങ്കര ജാടയാണ്, ലോട്ടറി അടിച്ച് ഇനിയിപ്പം ഞാൻ ആരെയും മൈൻഡ് ചെയ്യേണ്ടതില്ലല്ലോ എന്നൊരു തോന്നല. ആ ലോട്ടറി അടിച്ച് കിട്ടിയ പൈസ, അല്ലേ, അത് എത്ര പെട്ടെന്നായിരിക്കും എന്നറിയോ കയ്യിൽ നിന്ന് തീർന്നു പോകുന്നത്. അല്ലെങ്കിൽ ഒരു ചെറിയ തലവേദന വന്ന് 2 ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിൻ്റെ ആ പൈസ ഒക്കെ തീരും. അങ്ങനെ അഹങ്കരിക്കുന്നുണ്ട്. പൈസ ഇപ്പോൾ കുറച്ച് ലോട്ടറി അടിച്ച് കുറച്ച് പൈസ കിട്ടിയപ്പം അഹങ്കരിക്കുന്ന ചില ആളുകൾക്ക് എന്തെങ്കിലും ജോലി കിട്ടുമ്പോൾ ഭയങ്കര അഹങ്കാരമാണ്. അല്ലെങ്കിൽ കെട്ടിയൻ ഗൾഫിൽ പോയി, എൻ്റെ കെട്ടിയൻ ഗൾഫിലാണ്, അപ്പോൾ ഭയങ്കര അഹങ്കാരമാണ്, ഭയങ്കര ജാടയാണ്, ഇത്ര നാൾ ഉപയോഗിച്ചൊന്നും ഉപയോഗിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ വന്ന വഴി മറക്കരുത്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നല്ലൊരു പങ്കാളി. ദിക്ർ ചൊല്ലും, നിസ്കരിക്കും, ഖുർആൻ ഓതും, വീട്ടിലെ മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറും, മക്കളോട്, കുടുംബങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറും. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തിൽ നല്ലൊരു ഇണ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ചില ആണുങ്ങളുണ്ട്, അള്ളാഹു എന്തെങ്കിലും അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കുമ്പോൾ എല്ലാം മറക്കും, വന്ന വഴിയൊക്കെ നിങ്ങൾ മറക്കും. എന്നിട്ട് റബ്ബ് തന്ന അനുഗ്രഹത്തിന് ശുക്ർ ചെയ്യാതെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കാതെ അതിൽ നിന്നൊക്കെ അകന്നു മാറി ജീവിക്കും. ഇത്ര നാളില്ലാത്ത കുറേ പുതിയ കൂട്ടുകാരൊക്കെ വരും, എന്നിട്ട് വൈകിട്ട് പോയി ഇന്ന് വെള്ളം അടിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന് പുതിയ ചീട്ട് കളിക്കുന്നു, അല്ലെങ്കിൽ സമ്പന്നന്മാർ ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് ഇങ്ങനെ ഫുള്ള് സെർച്ച് ചെയ്യുക ഫോൺ എടുത്തിട്ട്, എന്നിട്ട് അതുപോലെ ഇവനും ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക. തല മറിച്ച് നടക്കുന്ന പെണ്ണിനോട് പറഞ്ഞ് തലയൊന്നും മറിക്കേണ്ട ആവശ്യമില്ല, അതിനൊന്നും ആവശ്യമില്ല. മക്കൾ ദീനിയായ രീതിയിൽ ജീവിക്കുമ്പോൾ അതിനൊന്നും ആവശ്യമില്ല. വീട്ടിലെ മക്കളും കുടുംബങ്ങളൊക്കെ നിസ്കരിക്കുമ്പോൾ സമയമില്ല, പോവാം വാ. ഇവനത് കേൾക്കുമ്പോൾ, കാണുമ്പോൾ തന്നെ ഒരു അലർജിയൊക്കെ പോലെ. കുറച്ച് പൈസ കിട്ടിയപ്പോഴേ, അതെങ്ങനെയായാലും ജോലി ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഗൾഫിൽ പോയിട്ടാണെങ്കിലും അല്ലെങ്കിൽ 2 സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് വിറ്റ് കുറച്ച് റിയൽ എസ്റ്റേറ്റൊക്കെ നടത്തി കുറച്ച് പൈസ കിട്ടിയത്, അപ്പം പിന്നെ അഹങ്കാരമായി. അങ്ങനത്തെ ഇണയും ആകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കുകയും അള്ളാഹു തആല തന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുക. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് മാതാപിതാക്കളുടെ പൊരുത്തം. മാതാപിതാക്കളുടെ ഗുരുത്വം, അവരുടെ പ്രാർത്ഥന ലഭിക്കുന്ന ആളായി മാറണം. അതുപോലെ ഏറ്റവും നല്ല സ്വഭാവമുള്ള പങ്കാളി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു, അത് ഈ ലോകത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല അനുഗ്രഹമാണ്. മറ്റൊരു നല്ല വിശാലമായ സൗകര്യമുള്ള, റാഹത്തുള്ള, മനസ്സമാധാനമുള്ള, സന്തോഷമുള്ള, ദിക്റും സലാത്തും ഖുർആനൊക്കെ ഉള്ള മനോഹരമായ വീട്. ഭയങ്കര വീടാണ്, അത്യാധുനിക സൗകര്യങ്ങളാണ്, എല്ലാം ഉണ്ട്, റിമോട്ടിലാണ് ഫുള്ള് കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷെ അവിടെ ദിക്റില്ല, സലാത്തില്ല, ഖുർആൻ ഒന്നുമില്ല.
എങ്കിൽ ആ വീട് ബറക്കത്തുള്ള വീടാണോ? അല്ല. ആ വീട് എല്ലാവിധ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും വീടുകളായി മാറും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നമ്മെല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മൾ കൂടുതൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നവരാകുക, നന്ദിയുള്ളവരായി മാറുക. മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു അനുഗ്രഹം, നല്ല അയൽവാസി. നമുക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നല്ല അയൽവാസി. അയൽവാസികൾക്ക് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കണം. അയൽവാസികളുടെ അവരെക്കുറിച്ചുള്ള കടപ്പാടുകളും കടമകളൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞപ്പോൾ അവിടുത്തെ അനുയായികൾ വിചാരിച്ചു പോയി, നമ്മുടെ വീട്ടിലൊരാൾ മരണപ്പെട്ടാൽ സ്വത്തവകാശം മക്കൾക്ക് കൊടുത്തിട്ട് ഇനി അയൽവാസികൾക്ക് കൂടി കൊടുക്കേണ്ടി വരും. അത്രത്തോളം അയൽവാസികളുടെ പ്രാധാന്യവും മഹത്വവും പ്രവാചകർ പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഏറ്റവും നല്ല അയൽവാസികൾ. ചില അയൽവാസികൾ ചില നാടിൻ്റെ ഏറ്റവും നല്ല ആ നാട്ടിൽ സ്ഥലത്തിന് വില കൂടുന്നത്, എൻ്റെ നാട്ടിൽ ഇന്ന ആളുകൾ താമസിക്കുന്ന ഏരിയയാണ്, നല്ല ആളുകളാണ്, നല്ല സ്റ്റാൻഡേർഡായ ആളുകളാണ് താമസിക്കുന്നത്, അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇച്ചിരി വില കൂടുതലാണ്. മറ്റേ കണ്ണായ സ്ഥലമാണ്, ടൗണാണ്, വെള്ളമുണ്ട്, സ്കൂളുണ്ട്, പള്ളിയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ആ സ്ഥലത്തിന് വിലയില്ല. എന്താ? അവിടെ കുറച്ച് കച്ചറകളാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല അയൽവാസികളാണ് താമസിക്കുന്നത് എങ്കിൽ, അത് നമുക്കുള്ളതെങ്കിൽ അത് വലിയൊരു അനുഗ്രഹത്തിൻ്റെ അടയാളമാണ്. മറ്റൊരു ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് സൗകര്യപ്രദമായ, സുഖകരമായ, നല്ലൊരു ജീവനുള്ള നല്ല വാഹനം. നല്ലൊരു വാഹനം വേണം. പെട്ടെന്നൊരു ആവശ്യത്തിൻ്റെ സ്ഥലത്ത് പോകണം, മക്കൾക്കും കുടുംബത്തിനൊക്കെ. വണ്ടിയില്ല, ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചുകൊണ്ടിരിക്കുക, ഒരു വണ്ടി തരാമോ, അല്ലെങ്കിൽ വണ്ടി കിട്ടുമോ, കൈ നീട്ടിക്കൊണ്ടിരിക്കുക. പക്ഷേ പെണ്ണുങ്ങൾക്കൊക്കെ ഇപ്പോൾ ബസ്സൊക്കെ ഫ്രീ ആക്കിക്കൊണ്ട് അവർ എല്ലാവരും നല്ല സന്തോഷത്തിലല്ലേ. വണ്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളങ്ങനെ ചക്കാത്തി പോയി കുറേ സ്വന്തം വണ്ടി പോകുന്ന ഒരു ഫീല് കിട്ടില്ല. നല്ല കെട്ടിയവൻ്റെ കൂടെ, മക്കളോട് കൂടെ, കുടുംബത്തോടു കൂടി, പൈസ അല്ല, ഒരു സന്തോഷമായിട്ട് പോകുമ്പോൾ ആ കിട്ടുന്ന സുഖം ഫ്രീ ആയി പോയി കിട്ടുന്ന വണ്ടിക്ക് കിട്ടുമോ? എനിക്കറിയില്ല. എന്തായാലും അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ്. ഒന്ന്, നല്ലൊരു ഇണ. രണ്ടാമത്തത്, നല്ല മനോഹരമായ ഐശ്വര്യമുള്ള ബറക്കത്തുള്ള നല്ല ഭവനം. മൂന്നാമത്തെ കാര്യമാണ് നല്ല അയൽവാസി. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് നമുക്ക് മാന്യമായ നല്ലൊരു വീട്, നല്ലൊരു വാഹനം എന്നുള്ളത്. അപ്പം അള്ളാഹു തആല ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യണം, അൽഹംദുലില്ലാ പറയണം. നിങ്ങളുടെ കൂട്ടത്തിൽ ഇണകളുള്ളവരില്ലേ? നിങ്ങൾ അൽഹംദുലില്ലാ പറ. ഇനി എണ്ണകളിൽ എന്തെങ്കിലും സ്വഭാവ ദൂഷ്യമൊക്കെ ഉണ്ട്, നന്നാവണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹുവേ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ ഈ ഭാര്യനെ ഈ ഗണത്തിൽപ്പെടുത്തണേ അള്ളാഹെന്ന് ആത്മാർത്ഥമായി അള്ളാഹിനോട് ചോദിക്കുക. അപ്പോൾ അള്ളാഹു തആല ആ രൂപത്തിലാക്കി തരും. മറ്റൊരു കാര്യം, നമുക്ക് ഇപ്പോൾ ഉള്ള വീട് കുറച്ചും കൂടെ റാഹത്താവണം, അള്ളാഹിനോട് ചോദിക്കുക. അള്ളാഹു നല്ല ഭവനാക്കി തരും. പരസ്പര സന്തോഷവും സമാധാനമുള്ള വീടാക്കി തരണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ആദരവും ബഹുമാനവും ഉണ്ടാവണം. വാപ്പയെ ബഹുമാനിക്കുന്ന മക്കൾ, മക്കളെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, അവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങളൊക്കെ വകവെച്ച് കൊടുക്കുന്ന രക്ഷിതാക്കൾ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന കുടുംബം, ഇതൊക്കെ ഏറ്റവും വലിയ ഹൈറായ കാര്യമാണ്. അപ്പോൾ ഈ രൂപത്തിലൊക്കെ ആവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. മറ്റൊരു കാര്യം, അയൽവാസികളൊക്കെ നല്ലവരാവാൻ വേണ്ടി, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അയൽവാസി എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്, എൻ്റെ സ്വഭാവവും രീതിയും മാറ്റണം. അപ്പോൾ എന്നോട് അയൽവാസികൾ നന്നാവും. നിങ്ങളുടെ അയൽവാസിയോട് ഇതുവരെ മുഖത്ത് നോക്കി ചിരിച്ചിട്ടില്ലെങ്കിൽ അയൽവാസികളിൽ നിന്ന് ആ ചിരി പ്രതീക്ഷിക്കണം. നിങ്ങൾ കണ്ണാടി എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ ചിരിച്ച് കാണിച്ചാൽ ആ കണ്ണാടി എന്ത് ചെയ്യും? ചിരിച്ച് കാണിക്കും. നിങ്ങൾ അയൽവാസിക്ക് അങ്ങോട്ട് ഗുണം ചെയ്യും, അയൽവാസി ഇങ്ങോട്ട് ഗുണം ചെയ്യും. നിങ്ങളുടെ വീട്ടിലൊരു പരിപാടിയൊക്കെ നടക്കുമ്പോൾ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി അയൽവാസിക്ക് കൊടുക്ക്. അപ്പോൾ അയൽവാസി അടുത്ത ദിവസം അവരുടെ വീട്ടിൽ പരിപാടി കൊണ്ടപ്പോൾ ഇങ്ങോട്ടൊരു പൊതിയൊക്കെ തരും. പൊതി കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചിരിക്കാനുള്ള മാനസികാവസ്ഥ നമ്മളതൊന്ന് ആലോചിക്കുക. നമ്മൾ പരസ്പരം ആ രൂപത്തിലൊക്കെ നമ്മൾ ചിന്തിക്കുകയും അയൽവാസികൾക്ക് സന്തോഷം ഉണ്ടാവുന്ന രൂപത്തിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി മഹാന്മാർ പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒന്ന്, നമ്മൾ വിജയിക്കാൻ, നമ്മൾ പുരോഗതിയിലേക്ക് ഉയരാൻ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ ദീനിയായ വിഷയങ്ങളിൽ നമുക്ക്
നമ്മളെക്കാൾ അള്ളാഹുവിനെ ദിക്ർ ചെല്ലുന്നവർ, സലാത്ത് ചെല്ലുന്നവർ, ഖുർആൻ ഓതുന്നവർ, നല്ല ജീവിതം നയിക്കുന്ന ആളുകളൊക്കെ നോക്കുക ദീനിൻ്റെ വിഷയത്തിൽ. മനസ്സിലായില്ലേ? അവൻ ഇത്ര ദിവസവും കറക്റ്റായിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പറ്റുന്നുണ്ട്, അൽഹംദുലില്ലാ. എന്നും അവൻ ഖുർആൻ ഓതാൻ പറ്റുന്നുണ്ട്, അൽഹംദുലില്ലാ. അതുപോലെ എനിക്ക് ഓതാം, അല്ലേ? അവൻ ഹജ്ജ് ചെയ്തു, കഴിഞ്ഞ 2 മാസം മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഉംറ ചെയ്തു, അവന് പാവങ്ങളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ അവന് കുറേ നന്മ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരുടെ വീട്ടിൽ ദിക്റുണ്ട്, സലാത്തുണ്ട്, ഖുർആൻ പാരായണമുണ്ട്, ആലിമീങ്ങളും സ്വാലിഹീങ്ങളൊക്കെ ആയിട്ട് അവന് ബന്ധമുണ്ട്. അവരുടെ വീട്ടിൽ എന്തെങ്കിലും മരണമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ധാരാളം മുഅ്മിനീങ്ങൾ അവരുടെ വീട്ടിൽ വരുന്നുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതുപോലെ എനിക്കാവണം. ഇതുപോലെ എനിക്കും എൻ്റെ ജീവിതത്തിലും ഈ സ്വാലിഹീങ്ങളൊക്കെ ആയിട്ടുള്ള ബന്ധം ഉണ്ടാവണം. എനിക്കും ഒരു പ്രാർത്ഥന കിട്ടാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവണം. എനിക്കും ആത്മീയമായിട്ട് ഉയരണം. ഞാനും നിസ്കാരമുള്ള ആളാകണം, ഞാനും ഖുർആൻ ഓതുന്ന ആളാകണം, ഞാനും നല്ലത് ചെയ്യുന്ന ആളാവണം എന്ന് നമ്മൾ എന്ത് ചെയ്യുക? ദീനിയായ വിഷയത്തിൽ മറ്റുള്ളവരുടെ ആ ഉയർച്ച കണ്ടിട്ട് അതുപോലെ ആകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക, അതിനു വേണ്ടി പ്രവർത്തിക്കുക. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച തെറ്റുകൾ നമ്മൾ മനസ്സിലേക്ക് ഓർത്തിട്ട് റബ്ബേ നീ പൊറുക്കണേ അല്ലാ എന്ന ചിന്ത ഉണ്ടാകണം. എനിക്ക് ഇന്ന വീഴ്ചയൊക്കെ വന്നിട്ടുണ്ട്, ആ വീഴ്ചയൊക്കെ തിരുത്തി ഞാൻ നന്നാവും എന്നൊരു ബോധം. അതിങ്ങനെ ഇടയ്ക്ക് തെറ്റുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്. അതെന്തിനറിയോ? അഹങ്കാരം വരാതിരിക്കാനാണ്. ഒരാളെ കാണുമ്പോൾ അവനെക്കാട്ടിലും നല്ല ഉഷാറാണ് ഞാൻ എന്ന ചിന്ത വരാതിരിക്കാൻ. എത്രയോ തെറ്റ് ചെയ്ത ആളാണ് ഞാൻ, അള്ളാഹു എനിക്ക് പുറത്തു തരണം, പുറത്ത് റബ്ബ് തന്നില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്താവും എന്ന് നമ്മൾ ആലോചിക്കുക. ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുകയും കഴിഞ്ഞ കാലങ്ങളിൽ വന്ന തെറ്റുകൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ മറ്റൊരാൾക്ക് ചെയ്തു കൊടുത്ത നന്മകൾ നാം മറക്കുക. ഒരാൾക്കൊരു നന്മ ചെയ്തു കൊടുത്തു, ആ കാര്യം ഇങ്ങനെ ഓർത്ത് വെച്ചുകൊണ്ടിരിക്കില്ലേ? എന്നിട്ട് ഇങ്ങനെ പറയാം, നാളെ ഞാൻ നിനക്ക് മറ്റേ അത് ചെയ്തു തന്നില്ലേ, ഞാനല്ലേ നാളെ നിന്നെ വണ്ടി കയറ്റി കൊണ്ടുപോയി, ഞാനല്ലേ നാളെ നിന്നെ അവിടെ നിന്ന് നിനക്ക് ഭക്ഷണം ചെയ്ത ഭക്ഷണം കൊണ്ടുവന്ന്, ഞാൻ എന്തൊക്കെ സഹായം ചെയ്തിട്ടുണ്ടല്ലോ. ചില ആളുകളുടെ ഡയലോഗ്, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ അവർക്ക്. അതൊക്കെ അങ്ങനത്തെ വർത്താനൊക്കെ നമ്മൾ ഒഴിവാക്കുക. അത് വീട്ടിലുള്ളവരോടാണെങ്കിലും കുടുംബങ്ങളോടാണെങ്കിലും മരുമകളോടാണെങ്കിലും ഇനി അമ്മയമ്മയോടാണെങ്കിലും സഹോദരങ്ങളോടാണെങ്കിലും നമ്മളങ്ങനെ ചെയ്ത കാര്യങ്ങൾ മറക്കുക. മനസ്സിലായില്ലേ? പിന്നെ ഭൗതിക കാര്യങ്ങൾ, ഈ ലോകത്ത് നമ്മളെക്കാട്ടിലും എത്രയോ പ്രയാസമുള്ളവരുണ്ട്, അവരെയൊക്കെ ഒന്ന് ഓർക്കുക. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ശരീരം മൊത്തം പൊള്ളി ഒരാളെ കണ്ടു, കഴുത്തും ഇവിടെയൊക്കെ പൊള്ളിരിക്കുക. അവരിങ്ങനെ ഒരു ചെറിയ യാചനയ്ക്ക് വേണ്ടി വരുന്നൊരു ഒരംഗം. അപ്പോൾ നമ്മൾ ആലോചിക്കുക, അള്ളാഹുവെ നമുക്കൊരു അപകടവും പെടുത്തിയില്ല. അവർ പറഞ്ഞ് ഗ്യാസ് പൊട്ടിത്തെറിച്ച് പൊള്ളിയതാണെന്ന് പറഞ്ഞു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പം നമ്മളെക്കാൾ താഴെ ഉള്ള ആളുകൾ, അവരെക്കുറിച്ച് ആലോചിക്കുക. ചില ആളുകൾ, ഇന്നലെ ഒരു ഉസ്താദ് ഇവിടെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, കാലിന് ചെറിയ മുറിവ് വന്നു, ആ മുറിവ് പഴുത്ത് അവസാനം കാല് മൊത്തം മുറിക്കേണ്ട ഒരു സാഹചര്യം വന്നെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അൽഹംദുലില്ലാ അങ്ങനത്തെ പ്രയാസമൊന്നുമില്ല, അള്ളാഹുവിന് ശുക്ർ ചെയ്യാം. നമ്മൾ എത്രയോ ആളുകൾ, മന്ദബുദ്ധിയായ ആളുകൾ, അതുപോലെ കണ്ണിന് കാലിന് ഒക്കെ സ്വാധീനക്കുറവുള്ളവർ, അതുപോലെ വൈകല്യങ്ങളുള്ളവരൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനത്തെ അവസ്ഥ ഒന്നും നമുക്ക് തന്നില്ലല്ലോ, നമ്മുടെ മക്കൾക്ക് തന്നില്ലല്ലോ, നമ്മുടെ ഭർത്താവിന് തന്നില്ലല്ലോ, ഭാര്യയ്ക്ക് തന്നില്ലല്ലോ, സഹോദരന് തന്നില്ലല്ലോ, സഹോദരിക്ക് തന്നില്ലല്ലോ. അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. നമ്മളെന്നും ഹോസ്പിറ്റലിൽ പോകേണ്ട സാഹചര്യം നമുക്കുണ്ടോ? എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ പോയി ജീവിക്കുന്നവരുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ ശ്വസിക്കുന്ന ഈ വായു, അത് ഉപകരണങ്ങളോടെ ശ്വസിക്കേണ്ട സാഹചര്യം ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല. അത് എത്രയോ ഉപകരണങ്ങളുടെ സഹായത്തോട് ശ്വസിക്കുന്ന എത്ര ആളുകളുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ അള്ളാഹു നമുക്ക് രക്ഷപ്പെടുത്തി നമുക്ക് ധാരാളം അനുഗ്രഹം തന്നു. ഇന്ന് രാവിലെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ വിഷമിച്ചവരില്ലേ? ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഇത്ര സമയമായി ഭക്ഷണം കഴിക്കാത്തവരില്ലേ? കുറച്ച് ദിവസങ്ങളായിട്ട് ഭക്ഷണം കഴിക്കാത്തവരില്ലേ? എനിക്കൊക്കെ ധരിക്കാൻ വസ്ത്രമുണ്ട്, വസ്ത്രമില്ലാത്തവരില്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ ആലോചിക്കുക. നമുക്ക് ഈ സംവിധാനം കാണാനും കേൾക്കാനും ഓരോ ദിവസവും നമ്മളിവിടെ പറയുന്ന വിജ്ഞാനങ്ങൾ ആ സമയത്ത് തന്നെ ലൈവായിട്ട് അല്ലെങ്കിൽ അതിന് ശേഷമോ കാണാനുള്ള സംവിധാനങ്ങൾ, ഫോണും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോ ഒക്കെ നമ്മുടെ കണ്ണിൽ കാണുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതൊന്നും ഇല്ലാത്ത എത്ര ആളുകളുണ്ട്? ലഹരിയിൽ അടിമയായി പോയവർ, മയക്കുമരുന്നിന് അടിമയായി പോയവരൊക്കെ ഇല്ലേ? അള്ളാഹു തആല എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും പരസ്പരം ബഹുമാനം ഉണ്ടാവാനും ആദരവ് ഉണ്ടാവാനും സ്നേഹം ഉണ്ടാവാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത്
അത് 786 പ്രാവശ്യം ഓതി നമ്മൾ കുടിക്കുകയും മക്കൾക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് പരസ്പരം സന്തോഷവും സ്നേഹവും ഉണ്ടാവാൻ കാരണമാണ്. നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന കിട്ടിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹമുണ്ട്. നേരത്തെ പറഞ്ഞ നല്ല ഇണയുണ്ട് അല്ലേ, അത് കെട്ടിയവനാണെങ്കിലും കെട്ടിയവളാണെങ്കിലും. നല്ല വീടുണ്ട് അല്ലേ, ആ വീട്ടിൽ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, കിടന്നുറങ്ങാൻ സൗകര്യമുണ്ട്, വാതിലുണ്ട്, പൂട്ടുണ്ട്, അതിശക്തമായ മരം കോച്ചുന്ന തണുപ്പത്ത് നിങ്ങൾക്ക് അവിടെ സുഖമായിട്ട് കിടക്കാം അല്ലേ. ഭയങ്കരമായ ചൂടത്തും നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് AC ഇട്ട് കിടക്കാനൊക്കെ പറ്റുന്ന, അല്ലെങ്കിൽ സൗകര്യമുള്ള ഒരു അടച്ചറവൊക്കെ ഉള്ള ഒരു വീട് നിങ്ങൾക്കില്ലേ? അൽഹംദുലില്ലാ, അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. മനസ്സിലായില്ലേ? അതുപോലെ നല്ല അയൽവാസികളുണ്ട്. അയൽവാസികളെ കൊണ്ട് എത്രയോ ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്. പുറത്തിറങ്ങാൻ പറ്റത്തില്ല, പച്ചത്തെറി പറയാം. വീട്ടിലെ മാലിന്യങ്ങളെല്ലാം കൊണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിടുക, കക്കൂസിൻ്റെ ടാങ്കൊക്കെ തുറന്നു വിടുക. അങ്ങനെ ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ ബുദ്ധിമുട്ടിക്കുന്നു. ആ അയൽവാസിക്ക് ബുദ്ധിമുട്ടാകട്ടെ എന്ന് വിചാരിച്ച് ചത്ത സാധനത്തിനൊക്കെ വഴിയിൽ നിന്ന് വലിച്ചുകൊണ്ടുവന്ന് ഈ വീടിൻ്റെ അടുത്തുകൊണ്ടിടുക. കാരണം അവൻ ഈ സ്മെല്ലടിക്കട്ടെ. അങ്ങനെ എത്രയോ ആളുകൾ അയൽവാസികൾ ബുദ്ധിമുട്ടിക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ള എത്രയോ ആളുകളുണ്ട്. നമുക്കതൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ അള്ളാഹുവിന് എന്ത് ചെയ്യണം? ഹംദ് ചെയ്യണം, ശുക്ർ ചെയ്യണം. പിന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന വാഹനം ഉണ്ടല്ലോ. എത്രയോ ആളുകൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നടു റോഡിൽ പൊട്ടിത്തെറിച്ച് കത്തിക്കരിഞ്ഞ് അപകടത്തിൽപ്പെട്ട് ചിന്നിച്ചിതറി ചതഞ്ഞരഞ്ഞ് എത്രയോ അപകടങ്ങൾ, ദുരന്തങ്ങൾ. നമ്മളെ വീട്ടുകാരും കുടുംബങ്ങളും എത്രയോ ദിവസം ഈ വാഹനങ്ങളിൽ എത്രയോ സ്ഥലങ്ങളിലൊക്കെ പോയി സന്തോഷമായിട്ട് വീട്ടിലേക്ക് വന്നില്ലേ? അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. പോകുന്ന വഴിയിൽ വണ്ടി ഒരപകടത്തിൽപ്പെടുത്തിയില്ല, അല്ലെങ്കിൽ പോകുന്ന വണ്ടി ടയർ പൊട്ടിയില്ല അല്ലേ, വണ്ടിക്ക് കേട് വന്ന് വഴി കിടന്നില്ല. അപ്പോൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യാം. അള്ളാഹു തന്ന അനുഗ്രഹത്തിന് ശുക്ർ ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ അത് വർദ്ധിച്ച് കിട്ടാൻ, വീണ്ടും വീണ്ടും അത് ലഭിച്ചുകൊണ്ടിരിക്കാൻ അള്ളാഹു ശുക്ർ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ കൂടുതൽ ചെല്ലുക. ഓരോ അൽഹംദുലില്ലാ പറയുമ്പോഴും ഓരോ അനുഗ്രഹം മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അൽഹംദുലില്ലാ, ഇന്ന് രാത്രി കിടന്നപ്പോൾ ഉറങ്ങാൻ പറ്റിയല്ലേ, അൽഹംദുലില്ലാ. ഇന്നലെ രാത്രി കിടന്നപ്പോൾ ഉറങ്ങാൻ പറ്റിയ അൽഹംദുലില്ലാ. ഇന്ന് രാവിലെ ഉറക്കത്തിന് എഴുന്നേക്കാൻ പറ്റിയ അൽഹംദുലില്ലാ. അങ്ങനെ ഓരോ അനുഗ്രഹങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹംദ് ചെയ്യുന്നത്, ശുക്ർ ചെയ്യുന്നത് ധാരാളം അനുഗ്രഹങ്ങൾ വർദ്ധിക്കാൻ കാരണമാവും. അള്ളാഹു തആല അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ച് തരുമാറാവട്ടെ. മനസ്സിന് അള്ളാഹു സമാധാനം തരുമാറാവട്ടെ. അപ്പം നമുക്ക് അനുഗ്രഹം വർദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹുവിന് ശുക്ർ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. എത്രയോ ആളുകൾ വലിയ വിഷമം അനുഭവിക്കുന്നവരൊക്കെ മെസ്സേജിലൂടെ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇർഷാദി എന്ന സ്ഥാപനത്തിലേക്ക് നീറുന്ന 100 പ്രശ്നങ്ങളായിട്ട് വരുന്നവരുണ്ട്. കുടുംബങ്ങൾ കലഹങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഭാര്യയ്ക്ക് ഭർത്താവിനെ കണ്ടുകൂടാ, ഭർത്താവിന് ഭാര്യയെ കണ്ടുകൂടാ. ഭാര്യ എന്ത് ചെയ്താലും ഭർത്താവിന് ഇഷ്ടപ്പെടുന്നില്ല, ഭർത്താവ് എന്ത് ചെയ്താലും ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ. ദിവസവും എത്രയോ കേസുകളാണ് വരുന്നത്. ഒരിക്കലും അത് നമുക്ക് ഈ ഒരു ഉദാഹരണം പോലും പറയാൻ പറ്റാത്ത രൂപത്തിൽ അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞിവിടെ വരുന്ന ആളുകളുണ്ട്. എല്ലാവരും ഈ ഇർഷാദിയിലേക്ക് അങ്ങനെ പല വിഷയങ്ങളും പറഞ്ഞു വരുന്നത് ഇവിടുത്തെ ബദരിയ മജ്ലിസിൽ പ്രത്യേകം ദുആ ചെയ്യാൻ, ആ സദസ്സിലൊന്ന് ദുആ ചെയ്യുമ്പം ഞങ്ങളുടെ വിഷമവും പ്രയാസമൊക്കെ മാറും, ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം ലഭിക്കുമെന്നൊക്കെ മനസ്സിൽ കരുതിയാണ് എല്ലാ ദിവസവും നടക്കുന്ന അസ്മാഉൽ ഹുസ്ന, അസ്മാഉൽ ബദർ, ആ മജ്ലിസിൽ നിങ്ങൾക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് പ്രത്യേകം ദുആ ചെയ്യും. ഇവിടെ വരുന്നവർ നേരത്തെ നമ്മുടെ നമ്പറിലൊക്കെ വിളിച്ചിട്ട് ഇവിടെ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടൊക്കെ വരണം. പല യാത്രകളും പല സാന്ത്വന സേവന പ്രവർത്തനങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് വിളിക്കാതെ ബന്ധപ്പെടാതെ വന്നു കഴിഞ്ഞാൽ അറിയില്ല. അതുകൊണ്ട് നമ്പറിൽ വിളിച്ച് ഇവിടെ ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്തിയിട്ടൊക്കെ വന്നാൽ നമുക്ക് ആ സദസ്സിലും കൂടി നമുക്ക് പങ്കെടുക്കാൻ പറ്റും. അള്ളാഹു എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ. പ്രാർത്ഥന സദസ്സിൽ പല നാടുകളിൽ നിന്ന് വരുന്നവരുണ്ട്. എല്ലാവരുടെയും ബുദ്ധിമുട്ട് അള്ളാഹു മാറ്റിത്തരട്ടെ. എല്ലാ ദിവസവും നടക്കുന്ന ബദരിയ മജ്ലിസിൽ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. എല്ലാ മാസവും 2ാം ശനിയാഴ്ച നടക്കുന്ന ഖാദിരിയ മജ്ലിസ്, റാത്തീബിൻ്റെ മജ്ലിസ്, അത് എത്രയോ ആളുകൾക്ക് ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഈ മജ്ലിസ് കാണുന്ന കേൾക്കുന്ന, ഈ വീഡിയോ ഒക്കെ എല്ലാ ദിവസവും കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ, ബർക്കത്ത് ചെയ്യണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി തരണേ അല്ലാ. തന്ന അനുഗ്രഹങ്ങളൊക്കെ നീ ബർക്കത്തോടെ നിലനിർത്തി തരണേ അല്ലാ. ആഫത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പെടുമരണങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ഈ കണ്ട വീഡിയോ ഇതിലെന്തെങ്കിലും അറിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ അറിവ് നിങ്ങൾ അത് കേൾക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് ബന്ധപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാർ, കുടുംബങ്ങൾ, വേണ്ടപ്പെട്ടവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ, ആരെങ്കിലും ഒരാളൊരു നന്മ ചെയ്താൽ ആ നന്മ ചെയ്യുന്നതിൻ്റെ പ്രതിഫലം അവർക്കൊട്ടും കുറയാതെ അതിന് പറഞ്ഞ നമുക്കും കേട്ട നിങ്ങൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും കിട്ടുമല്ലോ. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പം നന്മയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി
സഹകരിക്കുക, പങ്കാളികളാവുക, കൂടുതൽ സ്വലാത്തുകൾ ചെല്ലുക. അല്ലാഹുമ്മ സല്ലി അലൻ നൂരി വാഹിലി എന്ന സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് സെപ്റ്റംബർ മാസം 25, 26, 27 തീയതിയിൽ നടക്കുന്ന ഇവിടുത്തെ ഏറ്റവും മഹത്തായ മജ്ലിസിൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. അള്ളാഹു നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും സ്വീകരിക്കുമാറാവട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട മുറാദുകളൊക്കെ ഉദ്ദേശങ്ങളൊക്കെ മനസ്സിൽ കരുതി ആ സ്വലാത്ത് നിയ്യത്ത് ചെയ്ത് ഇൻഷാ അല്ലാഹ് അത് ചെല്ലുക. നിങ്ങൾ ചെല്ലിയ സ്വലാത്തൊക്കെ അറിയിക്കുമ്പോൾ നമ്മളതൊക്കെ മുൻനിർത്തി അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാം. അള്ളാഹു വിഷമങ്ങൾ മാറ്റിത്തരട്ടെ, മനസ്സിന് അള്ളാഹു സമാധാനം തരുമാറാവട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ ഒരു സാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ.